സംസ്കൃത മാതരം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. सरस्वती नमस्तुभ्यं वरदे कामरूपिणी. विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ഹരി ഓം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാമങ്ങളുടെ വചനങ്ങൾ പഠിച്ചു. എത്ര വചനങ്ങളുണ്ട്, അവ എന്തൊക്കെയാണെന്ന് പഠിച്ചു. കുറച്ച് ബന്ധുവാചക ശബ്ദങ്ങൾ പഠിച്ചിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ബന്ധുവാചക ശബ്ദങ്ങളിൽ കുറച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ ബാക്കി കുറച്ച് ശബ്ദങ്ങളും കൂടെ, പുല്ലിംഗ ശബ്ദങ്ങളും സ്ത്രീലിംഗ ശബ്ദങ്ങളും ഇന്ന് പഠിപ്പിക്കും. അതുകൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് സർവനാമം. സംസ്കൃതത്തിലെ സർവനാമം എന്താണെന്നും അതിന്റെ രൂപങ്ങൾ എന്തൊക്കെയാണ്, സംസ്കൃതത്തിലെ സർവനാമ രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ബന്ധുവാചക ശബ്ദങ്ങൾ. ബന്ധുവാചക ശബ്ദാഹ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് വാക്കുകളും കൂടെ ബന്ധുവാചക ശബ്ദങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. അതെന്താണെന്ന് നോക്കാം. അതിൽ പുല്ലിംഗ ശബ്ദാഹ. മാതുലഹ. മാതുലഹ അമ്മാവൻ. പതിഹി ഭർത്താവ്. പതിഹി ഭർത്താവ്. ശ്വശ്വരഹ. ശ്വശ്വരഹ അമ്മായി അച്ഛൻ. ഈ അക്ഷരം ഇവിടെ കൂട്ടക്ഷരമാണ്. ഷായുടെ പകുതിയും വായുമാണ്. ശ്വാ എന്നാണ് വായിക്കേണ്ടത്. ശ്വശ്വരഹ അമ്മായി അച്ഛൻ. ജാമാത മരുമകൻ. സ്നേഹിതഃ സുഹൃത്ത്. ഇതും കൂട്ടക്ഷരമാണ്. സായുടെ പകുതിയും നായും. സ്ന എന്ന കൂട്ടക്ഷരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്നേഹിതഃ സുഹൃത്ത്. ഇത്രയുമാണ് പുല്ലിംഗ ശബ്ദങ്ങൾ. അടുത്തതായി നമുക്ക് സ്ത്രീലിംഗ ശബ്ദങ്ങൾ നോക്കാം. സ്ത്രീലിംഗ ശബ്ദാഹ. മാതുലാനി അമ്മായി. മാതുലാനി അമ്മായി. ഭാര്യ. ഭാര്യ. അത് മലയാളത്തിലും സംസ്കൃതത്തിലും ഒരേ വേർഡ് തന്നെയാണ്. ഭാര്യ. ഭ്രാതൃജായ സഹോദര പത്നി, അതായത് സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത്. ഭ്രാതൃജായ സഹോദര പത്നി. ഇവിടെയും ഭായില് രായുടെ ശബ്ദം വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ ചരിച്ച വര ഇവിടെ ഭ്രാതൃജായ എന്നാണ് ഇത് വായിക്കേണ്ടത്. അടുത്തത് സ്നുഷ മരുമകൾ. സായുടെ പകുതിയും നായും. സ്നുഷ മരുമകൾ. ശ്വശ്രൂ. ശ്വശ്രൂഹു അമ്മായി അമ്മ. ഇത് രണ്ടും കൂട്ടക്ഷരമാണ്. ഷായുടെ പകുതിയും വായും. ശ്വാ. അതുപോലെ തന്നെ ഷായില് രായുടെ ശബ്ദം വന്നിരിക്കുകയാണ്. ശ്ര. അപ്പം ശ്വശ്രൂഹു. ഇത് ഊ ആണ്. ശ്വശ്രൂഹു അമ്മായി അമ്മ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് ബന്ധുവാചക ശബ്ദങ്ങളും കൂടെ ഇവിടെ കാണിച്ചു തന്നത്. ഇനി അടുത്തത് ഇന്ന് പഠിക്കുന്നത് സർവനാമഃ. സർവനാമഃ സർവനാമം. അതായത് നമ്മൾ നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ. മലയാളത്തിലുള്ള അതേപോലെ തന്നെയാണ് നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നവയാണ് സർവനാമങ്ങൾ. സർവനാമഃ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം സംസ്കൃതത്തിൽ സർവനാമങ്ങൾ കുറച്ച് ഒരു 4 വിഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം അതിൽ ആദ്യത്തേതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദകാരാന്തഃ തദ് ശബ്ദഃ. ദകാരാന്തഃ തദ് ശബ്ദഃ.
അപ്പം ഇത് ഈ അന്തം ഓരോ ശബ്ദം ഏത് ശബ്ദത്തിലാണ് അന്തം വരുന്നതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ മൂലശബ്ദത്തിൻ്റെ അവസാന അക്ഷരം നോക്കിക്കഴിഞ്ഞാൽ അത് ആ പദം ഏത് അന്തത്തിലാണെന്ന് മനസ്സിലാകുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദകാരാന്തഃ വന്നത് തത് എന്നതാണ് ഈ മൂലശബ്ദം. ഈ മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ സർവനാമങ്ങളാണ് നമ്മളിവിടെ താഴെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ദകാരാന്തഃ തത് ശബ്ദഃ. അപ്പം ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ സർവനാമ രൂപത്തിൽ വരുന്ന പുല്ലിംഗത്തിൽ വരുന്ന സർവനാമം സഹ, അവൻ, സഹ. ഇപ്പം അവൻ എന്ന് നമ്മൾ പറയുന്നതിന് സംസ്കൃതത്തിൽ നമ്മൾ ഒരു അക്ഷരം മാത്രം വരുന്നുള്ളൂ. അത് ഒരു പദമായിട്ട് മാറുകയാണ്. സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നർത്ഥം. അതിൻ്റെ സ്ത്രീലിംഗ രൂപം സർവനാമം വരുന്നത് സാ, അവൾ. അടുത്തത് അതിൻ്റെ തന്നെ ഈ തദ് എന്നുള്ള മൂലശബ്ദത്തിൻ്റെ രൂപങ്ങൾ തന്നെയാണ് സഹയും സായും. അതിൻ്റെ നപുംസകലിംഗ രൂപമാണ് തത്. തത് എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. അത് നമുക്ക് ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ അത് എന്ന് നമ്മൾ പറയുന്നതിന് സംസ്കൃതത്തിൽ തത് എന്ന് പറയും. അപ്പൊ സഹ, സാ, തത്. ഇതാണ് ദകാരാന്തഃ തത് ശബ്ദഃ. ഇത് ആദ്യത്തെ സർവനാമത്തിന്റെ ആദ്യത്തെ വിഭാഗം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് മകാരാന്തഃ ഇദം ശബ്ദഃ. മകാരാന്തഃ ഇദം ശബ്ദഃ. ഈ മകാരാന്തം ഇദം എന്ന അതാണ് ഇവിടുത്തെ മൂലശബ്ദം. അതുകൊണ്ടാണ് ഇവിടെ മകാരാന്തഃ എന്ന് വന്നത്. അപ്പൊ ഈ മൂലശബ്ദം ഇദം എന്ന മൂലശബ്ദത്തിന്റെ അവസാന അക്ഷരം മാ ആയതുകൊണ്ടാണ് മകാരാന്തഃ എന്ന് വന്നത്. മകാരാന്തഃ ഇദം ശബ്ദഃ. അപ്പൊ ഈ ഇദം ശബ്ദത്തിന്റെ അടുത്ത രൂപങ്ങളാണ്, സർവനാമ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പുല്ലിംഗ രൂപം. പുല്ലിംഗഃ അയം. അയം എന്നാണ് ആദ്യത്തെ രൂപം. അതിൻ്റെ അർത്ഥം ഇവൻ. ഇവൻ എന്ന് നമ്മൾ പറയുമ്പോൾ അയം. സ്ത്രീലിംഗഃ ഇയം. ഇവൾ. ഇവൾ എന്ന് പറയുമ്പോൾ ഇയം എന്ന് ഉപയോഗിക്കണം. നപുംസകലിംഗത്തിലാണെങ്കിൽ ഇദം. അത് മൂലശബ്ദത്തിന്റെ അതേ രൂപം തന്നെയാണ് ഇവിടെ വരുന്നത്. ഇദം, ഇത് എന്ന അർത്ഥം. ഒരു വസ്തുവിനെ ഇത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ സംസ്കൃതത്തിൽ പറയണമെങ്കിൽ ഇദം എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പൊ അയം, ഇയം, ഇദം. ഇവൻ, ഇവൾ, ഇത്. ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് അടുത്തതും ഇതേ ഇവൻ, ഇവൾ, ഇത് എന്നുള്ളതിന് നമുക്ക് സംസ്കൃതത്തിൽ ഒരു സർവനാമങ്ങൾ ഇതും കൂടെ ഉണ്ട്. സർവനാമങ്ങൾ സെയിം അർത്ഥം ഇതേ ഇവൻ, ഇവൾ, ഇതെന്നുള്ളതിന് ഒരു വാക്കും ഒരു പദം കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വരുന്നത് ദകാരാന്തഃയാണ്. ദായിലാണ് ഇവിടെ അന്തം. അതായത് ഇതിന്റെ മൂലശബ്ദം എന്ന് പറയുന്നത് ഏതത് ശബ്ദമാണ്. ഏതത് ദകാരാന്തഃ ഏതത് ശബ്ദഃ. അപ്പം ദായിലാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ദായിൽ അന്തം വരുന്നത് കൊണ്ടാണ് ദകാരാന്തഃ ഏതത് ശബ്ദഃ. അപ്പൊ അതിൻ്റെ ഏതത് ശബ്ദം മൂലശബ്ദമായിട്ടുള്ള ആ സർവനാമ രൂപങ്ങളാണ് ഓരോ ലിംഗത്തിലും ഉള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം. ആദ്യത്തേതായി പുല്ലിംഗഃ ഏഷഃ. ഇവൻ. അത് നമ്മൾ ഇത് മേളിൽ പറഞ്ഞ ഇവൻ അയം എന്ന് ഉപയോഗിക്കുന്നത് പോലെ അതേ അർത്ഥം തന്നെയാണ് ഏഷഹയും നമുക്ക് ഉപയോഗിക്കാം. ഏഷഃ. സ്ത്രീലിംഗത്തിലാണെങ്കിൽ ഏഷാ, ഇവൾ. ഏതത്, ഇത്. ഏഷഃ, ഏഷാ, ഏതത്. ഇവൻ, ഇവൾ, ഇത്. ഇപ്പൊ ഇവൻ, ഇവൾ, ഇത് എന്ന് വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് അയം, ഇയം, ഇദം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏഷഃ, ഏഷാ, ഏതത്. ഇത്രയുമാണ് ഇനി അടുത്തത് ഇനി ഒരു വിഭാഗം കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് അടുത്ത് നമുക്കിപ്പോൾ സർവനാമങ്ങൾ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളിനെ പറ്റി പറയുമ്പോൾ ഉള്ള സർവനാമങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. അതിന് ഇനി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ
വരുന്ന ചോദ്യം ചോദിക്കുമ്പോൾ വരുന്ന പദങ്ങളും കൂടെ നമ്മൾ പഠിക്കണമല്ലോ സർവനാമത്തിൽ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പം ഇത് വരുന്നത് മകാരാന്തഹയാണ്. മായിൽ അന്തം വരുന്നതാണ് ഇതിൻ്റെ മൂലശബ്ദം. മകാരാന്തഹ കിം ശബ്ദഃ. അപ്പം മായിലാണ് കിം. കിം എന്ന പദമാണ് ഇതിൻ്റെ മൂലശബ്ദം. അപ്പം മായിലാണ് ഇവിടെ അന്തം വരുന്നത്, അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് മകാരാന്തഹ കിം ശബ്ദഃ. അതിൻ്റെ രൂപങ്ങളാണ്, അതിൻ്റെ സർവനാമ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പുല്ലിംഗഃ, പുല്ലിംഗത്തിൽ വരുമ്പോൾ കഹ, ആര് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഒരു ആണിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കഹ എന്ന് ചോദിക്കണം. വെറും ഒരു കാ ഇട്ടിട്ട് വിസർഗം ഇട്ടാൽ മതി. അപ്പോൾ അതൊരു പദമായി മാറുകയാണ്. ആര്, അത് ആണാണെങ്കിലാണ് കഹ. നമ്മളൊരു പെണ്ണിനോടാണ്, പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത്, അപ്പം അത് ചോദിക്കുകയാണെങ്കിൽ കാ എന്ന് എഴുതണം. ആര്, അതിൻ്റെ ചോദ്യത്തിൻ്റെ ആ അർത്ഥം മലയാളത്തിൽ വരുമ്പോൾ രണ്ടും ആര് എന്നുള്ളതാണെങ്കിലും കഹ എന്ന് പറഞ്ഞ ആണിനോടും കാ എന്ന് പറയുന്നത് പെണ്ണിനോടും, സ്ത്രീലിംഗ. ഇനി അടുത്തത് നപുംസകലിംഗമാണെങ്കിൽ ഇവിടെ മൂലശബ്ദത്തിൻ്റെ അതേ രൂപം തന്നെ വരും, കിമ. കിമ, എന്ത് അല്ലെങ്കിൽ ഏത് എന്ന് ചോദിക്കണമെങ്കിൽ സംസ്കൃതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കിമ. കഹ, കാ, കിമ. ഇത്രയാണ് നമ്മുടെ സർവനാമ രൂപങ്ങൾ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇപ്പം നമ്മൾ സഹയും ഏഷഹയും പഠിച്ചു. സഹ, അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് അത് ഒരു ചിത്രത്തിലൂടെ ഞാൻ ഇപ്പോൾ അത് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ വേണ്ടി ഞാൻ അടുത്ത സ്ക്രീനിൽ ഒരു ചിത്രം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വായിക്കുന്നത് ഏഷഹ ബാലകഃ, സഹ ബാലകഃ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ ഇതും ഒരു ആൺകുട്ടിയാണ്, രണ്ടും ഒരേ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു ആൺകുട്ടിയെ പറ്റിയാണ് പറയുന്നത്, ഇതിലും ഒരു ആൺകുട്ടി സെയിം തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏഷഹ ബാലകഃ എന്ന് പറയുമ്പോൾ ഈ കുട്ടി അടുത്ത് നിൽക്കുകയാണ്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഏഷഹ, ഇവൻ എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ അതിന് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏഷഹ ഉപയോഗിക്കണം. സഹ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും ദൂരെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അതാണ് ഇവിടെ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കുട്ടി ദൂരെയായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ കുട്ടിയെ പറ്റി ചോദിക്കുമ്പോൾ സഹ പറയുമ്പോൾ സഹ ബാലകഃ. ഇവൻ, ഇത് ഏഷഹ ഇവൻ, സഹ അവൻ. ഏഷഹ ബാലകഃ, സഹ ബാലകഃ. അടുത്തത് അതേപോലെ തന്നെ ഒരു സിംഹത്തിൻ്റെ ചിത്രം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു സിംഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഏഷഹ സിംഹഃ. ദൂരെ ആയിരുന്നെങ്കിൽ സഹ സിംഹഃ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അത് മനസ്സിലാക്കാനാണ് ഈ ചിത്രം കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് അതേപോലെ തന്നെ ഒരു വാനരൻ അഥവാ മങ്കി അടുത്തിരിക്കുന്നു, ദൂരെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അടുത്തിരിക്കുന്ന മങ്കിയാണെങ്കിൽ ഏഷഹ വാനരഃ, ദൂരെയാണെങ്കിൽ സഹ വാനരഃ എന്ന് പറയും. ഗജഃ, ആനയാണ്, അടുത്ത ഉള്ള ആനയെ ഏഷഹ ഗജഃ എന്ന് പറയും. ദൂരെയുള്ളതാണെങ്കിൽ സഹ ഗജഃ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി അടുത്തത് ഇതിൽ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് രണ്ട്, ഒന്ന് ബാലകഃ, ഒന്ന് വൃദ്ധഃ. ഒരു വൃദ്ധനെയും കാണിച്ചിട്ടുണ്ട്, ഒരു ബാലക. ഇപ്പം അടുത്തുള്ള ആള് കുട്ടിയും ദൂരെയുള്ള ആള് വൃദ്ധനുമാണ്. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാം. അപ്പോൾ നമ്മൾ പറയുന്നത് അടുത്തുള്ള ആള് ബാലകഃയാണ്. അപ്പോൾ ഏഷഹ ബാലകഃ സഹ വൃദ്ധഃ. ഏഷഹ ബാലകഃ സഹ വൃദ്ധഃ. അടുത്തത് ഒരു സിംഹം അടുത്ത് നിൽക്കുകയാണ്, ഒരു മാൻ ദൂരെ നിൽക്കുകയാണ്. അപ്പോൾ സിംഹത്തിനെ നമ്മൾ ഏഷഹ വെച്ചിട്ട് പറയണം. ഏഷഹ സിംഹഃ സഹ ഹരിണഃ. മാനിന് ഹരിണഃ എന്നാണ് പറയുന്നത്, സഹ ഹരിണഃ. അടുത്തത് അതേപോലെ തന്നെ ഒരു മങ്കി അടുത്ത് നിൽക്കുന്നു, ഒരു കരടി ദൂരെ നിൽക്കുന്നു. ഏഷഹ വാനരഃ സഹ
ഭല്ലൂകഃ. ഏഷഃ വാനരഃ സഹ ഭല്ലൂകഃ. അടുത്തത് ഒരു ആന അടുത്ത് നിൽക്കുന്നു, ഒരു കുതിര ദൂരെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആനയെ പറയുമ്പോൾ ഏഷഃ ഗജഃ സഹ അശ്വഃ. ഏഷഃ ഗജഃ സഹ അശ്വഃ. അപ്പോൾ ഇതാണ് ഏഷഃ സഹ എന്ന സർവനാമ രൂപങ്ങളുടെ വ്യത്യാസം. അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കാണിച്ചു തരാനാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പൂർത്തിയാവുകയാണ്. ഹരി ഓം. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അതിന്റെ റിപ്ലൈ തരാം. പിന്നെ പുതുതായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ സംസ്കൃത മാതരം എന്ന ഈ എന്റെ യൂട്യൂബ് ചാനലിന്റെ ഒരു ഫേസ്ബുക്ക് പേജും കൂടെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ പേജിലും നിങ്ങൾക്ക് ഇനി മുതൽ സംശയങ്ങൾ, അതിലും നിങ്ങൾക്ക് പാഠഭാഗങ്ങളിൽ വരുന്ന സംശയങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാനലിലെ വീഡിയോകൾ ഇനി മുതൽ ആ പേജിലും ലഭ്യമായിരിക്കും. ഇതേ യൂട്യൂബ് ചാനലായ സംസ്കൃത മാതരം ചാനൽ എന്ന അതിന്റെ അതേ പേരിൽ തന്നെയാണ് ഞാൻ ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ ഇനി പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതുതായി ഈ ചാനൽ സന്ദർശിക്കുന്നവര് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.